വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്ന് മറ്റു വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ നമ്മെ ചിരിപ്പിക്കാൻ ഒരു ജെറുസലേം അമ്മായി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇസ്രായേലിനെ വാനലോകത്തേക്ക് ഉയർത്താൻ രണ്ട് പുതിയ അവതാരങ്ങൾ കൂടി പിറവിയെടുത്തിട്ടുണ്ട്. നമുക്ക് അവരുടെ ഇസ്രായേൽ സുവിശേഷത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിലായി. ഇറാൻ വേറെ വഴിയൊന്നുമില്ലാതെ വെടിനിർത്തി എന്ന് വേണം പറയാൻ. കാരണം ഇറാന്റെ ആണവ വികസന പദ്ധതികളും ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം അത്ര വിജയമായിരുന്നു. അതിനുശേഷം US B-2 ബോംബറുകൾ ഫോർഡോ ആണവ കേന്ദ്രത്തെയും ടോമഹോ മിസൈലുകളും മറ്റ് രണ്ട് ആണവ കേന്ദ്രത്തെയൊക്കെ തകർത്തതോടെ ഇറാൻ വെടിനിർത്തലിന് വേണ്ടി യാചിക്കേണ്ടി വന്നു. ഇത് പുതിയ രണ്ട് അമ്മായിമാരാണ്. എത്രയാണ് ഇവരുടെ കൂലി എന്നറിയില്ല. കൂലിയല്ലെങ്കിൽ രണ്ടുപേർക്കും ജെറുസലേമിലേക്ക് ഒരു വിസ നമ്മുടെ നെതന്യാഹുവെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ ഇത്ര നന്നായി സയനിസ്റ്റുകൾക്ക് വേണ്ടി വാവുട്ടുകറിയില്ല ഇവർ. ഇപ്പോൾ തന്നെ പറയുന്നത് കേട്ടില്ലേ, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ആരുടെയൊക്കെയോ എന്തെല്ലാമോ പിടിച്ചുവെന്നും. സത്യത്തിൽ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ ആരുടെയെങ്കിലും കാല് പിടിച്ചിട്ടുണ്ടോ? കാല് പിടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ശക്തമായി പൊരുതിയിരിക്കുകയും ചെയ്തു ഇറാൻ. ഇറാന്റെ ചരിത്ര പശ്ചാത്തലം അറിയാത്ത പോലെയാണ് ഈ പെൺകുട്ടികൾ സംസാരിക്കുന്നത്. ഏകദേശം 40 വർഷത്തോളം അമേരിക്കയുടെ ശക്തമായ ഉപരോധത്തിന്റെ കയ്യിലായിരുന്നു ഇറാൻ. ആ രാജ്യമാണ് ലോകത്തിലെ വൻ ശക്തികളോട് അടിച്ചു നിന്നത് എന്നത് തന്നെ അത്ഭുതമാണ്. ഒരു ഉപരോധമുള്ള രാജ്യത്തിന് ഏതർത്ഥത്തിലാണ് പുരോഗതി കൈവരിക്കാൻ കഴിയുക എന്ന് ലോകത്തെ ചിന്താശേഷിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യയും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഇറാൻ വികസിപ്പിച്ചതും വളർന്നതും. ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകൾ മാത്രമാണ് ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചത്. ഈ 12 ദിവസത്തെ യുദ്ധത്തിന് ഒരവസരത്തിലും ഇറാൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കാല് പിടിച്ചതായി നാം കേട്ടിട്ടില്ല. അമേരിക്ക തങ്ങളുടെ ഏറ്റവും ശക്തമായ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ തുടങ്ങിയ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അതിശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ച് ആക്രമണം നടത്തിയപ്പോൾ മേഖലയിലെ അമേരിക്കൻ സൈനിക സങ്കേതങ്ങളിലൊന്നിൽ മിസൈൽ അയച്ചുകൊണ്ടാണ് ഇറാൻ പ്രതികരിച്ചത്. അമേരിക്കൻ സങ്കേതങ്ങൾ ആക്രമിച്ചാൽ അമേരിക്കയുടെ പ്രത്യാക്രമണം അതിശക്തവും മാരകവുമായിരിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടു. അത് വകവെക്കാതെയാണ് ഇറാൻ ഖത്തറിലുള്ള അമേരിക്കൻ ബേസിനെ ആക്രമിച്ചത്. അതിനെ തുടർന്നാണ് യുദ്ധം അവസാനിച്ചത്. അതിനൊരുപക്ഷെ മേഖലയിലെ അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായിരിക്കാം. അതല്ലാതെ ഇറാൻ ആരുടെയും കയ്യോ കാലോ മറ്റെന്തെങ്കിലും പിടിച്ചതായോ നമുക്കാർക്കും അറിവില്ല. ഇസ്രായേൽ ഇറാന്റെ മുഴുവൻ ആകാശ മേഖലയും നിയന്ത്രിച്ചു. എല്ലാ അപകട സാധ്യതകളും ഇല്ലാതാക്കി. നയതന്ത്ര വിമാനങ്ങൾ പറക്കുന്നതിന് പോലും ഇറാൻ ഇസ്രായേലിന് അനുമതി തേടേണ്ടി വന്നു. ചതിയിലൂടെയും കുതന്ത്രത്തിലൂടെയും അല്ലാതെ എന്താധിപത്യമാണ് ഇസ്രായേൽ ഇറാന്റെ മേൽ നേടിയത്? ആദ്യം ഇറാനിലെ കുറിച്ച് പണക്കുതിയന്മാരെ ഇസ്രായേലിന്റെ ചാരന്മാരാക്കി മൊസാദ് മാറ്റിയെടുത്തു. എന്നിട്ട് അവരുപയോഗിച്ച് അവിടെ രഹസ്യ താവളങ്ങൾ ഉണ്ടാക്കി. ഒളിസേവകരെ പോലെ ഒളിച്ചു കടത്തി ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തു. ഇറാന്റെ സൈനിക മേധാവികളെയും ശാസ്ത്രജ്ഞരെയും അതുവഴി വകവരുത്തി. എന്നിട്ട് പ്രഖ്യാപിച്ചു, ഇറാന്റെ എല്ലാ ആയുധശേഖരങ്ങളും മിസൈൽ സാങ്കേതിക വിദ്യയും മിസൈൽ ശേഷിയും ഞങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു, ഇനി അവർ തിരിച്ചടിക്കുകയില്ല എന്ന്. പക്ഷേ പിന്നീടുണ്ടായ തിരിച്ചടിയിൽ ഇസ്രായേൽ കിടുകിടെ വിറച്ചു. പിന്നെ നന്നായി വിറക്കുകയും ചെയ്തു. പിന്നെ നന്നായി വിയർക്കുകയും ചെയ്തു. ചതിയും കുതന്ത്രങ്ങളും വഞ്ചനയും അല്ലാതെ ഇതിനെ മറ്റെന്തെന്നാണ് വിളിക്കേണ്ടത്? യുദ്ധം അത് ഒരേ ശക്തികൾ തമ്മിൽ നടത്തുകയാണെങ്കിൽ അതിന് ഭംഗിയുണ്ടാകും. അതല്ലെങ്കിൽ ഒരേ ശക്തികൾ തന്നെയാണ് യുദ്ധം നടത്തേണ്ടത്. അതിൽ സാങ്കേതിക വിദ്യയും ആയുധങ്ങളും ഉപയോഗിക്കാം. അല്ലാതെ ചതിയല്ല യുദ്ധം. ചതി കഴിവുകെട്ടവന്റെ അടവാണ്. പിന്നെ ഇറാന്റെ ആകാശം ഇസ്രായേൽ കൈയടക്കിയ കഥ അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അതിനെപ്പറ്റി ലോക വിവരമുള്ളവർ അമ്മായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ആ കഥ പറയുന്നത് മറ്റാരുമല്ല, വിദേശകാര്യ വിദഗ്ധനായ NK ഭദ്രകുമാർ സാറാണ്. നമുക്കത് കേൾക്കാം. ഇവിടുത്തെ ഇന്ത്യയിൽ പൊതുവിലുള്ള ഒരു ധാരണ ഇസ്രയേൽ ഞാൻ പറഞ്ഞ കണക്ക് 2 കൊമ്പുള്ള ഒരു മുയലാണെന്നുള്ളതാണ്. ആ രീതിയിലല്ല, യാഥാർത്ഥ്യമല്ല എന്നുള്ളത് ഇന്ന് തെളിഞ്ഞു. ആദ്യത്തെ എക്സ്പീരിയൻസിൽ 5 ദിവസത്തിനകം തെളിഞ്ഞു. അവർക്ക് ഇന്നൊരു ഒരു ഡിറ്ററൻറ്റ് കേപ്പബിലിറ്റി ഇല്ല ഇറാനുമായിട്ട്.
പിന്നെ അവർ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. റഷ്യൻ സാറ്റലൈറ്റ്സ് കണ്ടു ഈ ഓപ്പറേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന്. അവരുടെ പത്രം വായിക്കുകയാണെങ്കിൽ, ഇവിടെ ഞാൻ അവരുടെ പത്രം വായിക്കാറുണ്ട് എല്ലാ ദിവസവും, റഷ്യൻ ഭാഷയിലുള്ള പത്രം. ആ പത്രത്തിൽ അവർ എഴുതിയിരിക്കുന്നത് എന്താണ്? ഒരൊറ്റ ഇസ്രായേലി വിമാനം ഇറാൻ്റെ എയർ സ്പേസിൽ ഇതുവരെ കടന്നിട്ടില്ല എന്നാണ്. അവർ സിറിയ വഴി പറന്നു വന്ന് ഇറാഖിൽ വന്നിട്ട് അവരുടെ എയർ സ്പേസിൽ നിന്നാണ് അവർ മിസൈൽ ഫയർ ചെയ്യുന്നത് ഇറാനിലേക്ക്. അപ്പോൾ ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം മോർ ഓർ ലെസ് ഇൻടാക്റ്റ് ആണ്. അത് പുടിൻ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി ഡേ ബിഫോർ യെസ്റ്റർഡേ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ. അദ്ദേഹം പറഞ്ഞു അവരുടെ അണ്ടർഗ്രൗണ്ട് കേപ്പബിലിറ്റീസ്, മിസൈൽ ഡെവലപ്മെൻറ്റിനുള്ളതും ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റിനുമുള്ള കേപ്പബിലിറ്റീസ് കംപ്ലീറ്റ്ലി 100% ഇൻടാക്റ്റ് ആണ്. ഈ പുറത്തുള്ള ചില കെട്ടിടങ്ങളും അവിടെ ഇരിക്കുന്ന സെൻട്രി പോസ്റ്റും അവിടത്തേക്ക് വരുന്ന കറണ്ട് വരുന്ന ഇലക്ട്രിക്കൽ പോൾസും ഇതൊക്കെയാണ് ഇസ്രയേൽ തകർത്തിരിക്കുന്നത്. ആ മണ്ണിനടിയിലുള്ള അവരുടെ പ്രസ്ഥാനങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റഷ്യയുടെ വിലയിരുത്തൽ. പുടിൻ പിന്നെ വേറൊന്നും പറഞ്ഞു. പുടിൻ പറഞ്ഞ യാതൊരു കാരണവശാലും അവിടുത്തെ ഭരണകൂടം തകരാൻ പോകുന്നില്ല, ഞങ്ങളുടെ തന്നെ എന്ന് തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞു. ഞങ്ങളുടെ ഇൻഫർമേഷൻ, അതായത് അവരുടെ ഇൻ്റലിജൻസ് ആൻഡ് റഷ്യൻ ഇൻ്റലിജൻസ് വളരെ ഇഫക്റ്റീവാണ് ഇത്തരത്തിലുള്ള സ്ഥിതിയിൽ. അവർക്ക് ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് ഉണ്ട്, സാറ്റലൈറ്റ് ഇൻ്റലിജൻസ് ഉണ്ട്, പിന്നെ അത് മാത്രമല്ല അവർക്ക് അവരുടെ ആളുകൾ അവിടെയുണ്ട്, അവരുടെ ഏജൻസ് ഉണ്ട്. ഇതൊക്കെ കൂടെ എടുക്കുമ്പോൾ അവർ പറയുന്നത് യാതൊരു വിധത്തിലും അവിടെ ഒരു കൊളാപ്സ് ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ മനസ്സിലായി കാണും, ഇസ്രായേൽ ഇറാന്റെ ആകാശം കീഴടക്കിയോ, അവർ ഇറാന്റെ ആകാശത്ത് നിന്നുകൊണ്ട് തന്നെയാണോ ബോംബുകൾ വർഷിച്ചത് എന്ന്. ഇസ്രായേൽ ഇറാന്റെ ആകാശത്ത് നിന്നുകൊണ്ടായിരുന്നു ബോംബുകൾ വർഷിച്ചിരുന്നതെങ്കിൽ, മിസൈൽ അയച്ചിരുന്നതെങ്കിൽ ഇസ്രായേലിന്റെ വിമാനങ്ങളിൽ നല്ലൊരു പങ്കും ഇറാന്റെ മണ്ണിൽ വീഴുമായിരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ പല B-2 ബോംബർ വിമാനങ്ങളും കാണാനില്ലെന്നാണ് കേൾക്കുന്നത്. ഒറ്റയടിക്ക് 5-6 B-2 വിമാനങ്ങൾ കാണാതായാൽ അത് അമേരിക്ക എങ്ങനെ സഹിക്കും? അമേരിക്കക്ക് എങ്ങനെ സഹിക്കാനാവും? യുദ്ധം അവസാനിപ്പിക്കാൻ വേറെ വല്ലതും വേണം. ടെഹ്റാനിലെയും മറ്റ് നഗരങ്ങളിലെയും സൈനിക കേന്ദ്രങ്ങളിൽ തുടർച്ചയായിട്ടുണ്ടാകുന്ന ബോംബാക്രമണങ്ങൾ കാരണം സൈനിക ശേഷി നഷ്ടപ്പെട്ട ഇറാന് വെടിനിർത്തലിന് വേണ്ടി ട്രംപിനോട് യാചിക്കേണ്ടി വന്നു. രാഷ്ട്രീയ തടവുകാരെ പാർപ്പിക്കുന്ന എവിൻ ജയിലിന്റെ പ്രവേശന കവാടം ബോംബാക്രമണത്തിൽ തകർന്നു. അതിനിടെ ഇറാനിൽ നിന്ന് പുറത്താക്കപ്പെട്ട റെയ്സ പഹ്ലവി രാജകുമാരൻ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, വെടക്കാക്കി തനിക്കാക്കുക എന്ന പദ്ധതിയാണ് അമേരിക്കയും ഇസ്രായേലും എല്ലാ നാളും പയറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ പഹ്ലവിക്കളി ഇറാനിൽ വിലപ്പോയില്ല എന്ന് അമ്മായിമാർക്ക് മനസ്സിലായില്ല. പിന്നെ ടെഹ്റാനിലും മറ്റും നിങ്ങളുടെ മിസൈൽ ആക്രമണത്തിൽ ധാരാളം ബിൽഡിങ്ങുകൾ തകരുകയും ധാരാളം പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. മാത്രമല്ല ജയിൽ കവാടം തകർത്തും അവിടെയും 100 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൂട്ടക്കുരുതി നടത്തൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആദ്യത്തെ പണിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം നൽകുന്നില്ല. പക്ഷേ ആക്രമണത്തിന്റെ അനന്തരഫലമായി ഇറാൻ അമേരിക്കയുടെ കാലി പിടിച്ചു കരഞ്ഞു. അതുകൊണ്ട് അമേരിക്ക ഇസ്രായേലിനെ യുദ്ധം നിർത്താൻ പ്രേരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് തന്നെ അല്പം ലജ്ജ തോന്നുന്നില്ലേ? അങ്ങനെ കാലു പിടിച്ചാൽ ഇസ്രായേലും അമേരിക്കയും യുദ്ധം നിർത്തുമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും ഗസൻ യുദ്ധം അവർ നിർത്താതിരുന്നത്? ഇന്നും തുടരുന്ന ഗസ യുദ്ധത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ, ശക്തി കുറഞ്ഞവരെ ആക്രമിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അമേരിക്കയും ഇസ്രായേലും. തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്തവരെ തിരിഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന തന്ത്രമാണ് അമേരിക്കയെയും ഇസ്രായേലിന്റെയും. തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്തവരെ നിരന്തരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയും കീഴടക്കിയും അതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് അമേരിക്കയും ഇസ്രായേലും. ഇവിടെ ഗസയെ പോലെ നിരായുധരല്ല ഇറാൻ എന്നവർ മനസ്സിലാക്കി. കൊള്ളേണ്ടിടത്ത് കൃത്യമായി അവർക്ക് കൊള്ളുകയും ചെയ്തു. ഇനിയും യുദ്ധം തുടർന്നാൽ ഇസ്രായേലികൾ തന്നെ ഒരുപക്ഷെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇല്ലായ്മ ചെയ്യാനും മതി എന്ന് മനസ്സിലാക്കി തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് അമേരിക്കയും ഇസ്രായേലും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായത്. അതല്ലാതെ മനുഷ്യമൃഗമായ നിന്റെയൊക്കെ തമ്പുരാനായ നെതന്യാഹു ഇറാന്റെ മണ്ണിലെ കൊലപാതകങ്ങൾ അവസാനിപ്പിച്ച് തിരിച്ചു പോരുമെന്ന് ലോകത്തിലെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും ചിന്തിക്കാനാവില്ല. ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്യമിട്ടതും അതിലേറെയും സാധിച്ചെന്നും ഇനിയുള്ളതെല്ലാം അധിക നേട്ടമാണെന്നും ഇസ്രായേലിൻ പ്രധാനമന്ത്രി നെതന്യാഹു പിന്നീട് പ്രഖ്യാപിച്ചിരുന്നു. ഇറാനിൽ ഉണ്ടായേക്കാവുന്ന അധികാര ശൂന്യത മറ്റ് ഏകാധിപതികൾ മുതലെടുക്കാനുള്ള സാധ്യത മനസ്സിലാക്കിയ ട്രംപ് വെടിനിർത്തലിന് സമ്മതിക്കുകയും ഇക്കാര്യം ഇസ്രായേലിനെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. മോളെ, ഇങ്ങനെ വെളുപ്പിക്കല്ലേ, വെള്ളപ്പാട് പിടിക്കുള്ളൂ, പിന്നെ ഒരു ചന്തം ഉണ്ടാവുക കാണാൻ. ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം നേടി വിജയിക്കാൻ അമ്മായി കുട്ടികൾ എന്താ മാജിക് പഠിച്ചിരുന്നു.
മോളെ പറഞ്ഞു കാട് കയറി. ഇറാനിൽ അധികാരശൂന്യത ഉണ്ടായാൽ അവിടെ ഏകാധിപത്യ ഭരണം വരുമെന്നും അല്ലെങ്കിൽ അരാജകത്വം വരുമെന്നും അത് ഭയപ്പെട്ടുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്ന് പറയുമ്പോൾ അതല്ലാതെ മറ്റെന്തായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം? ഇസ്രായേലിന്റെ ലക്ഷ്യം ഇറാനെ നന്നായി കുളം തൊടുക എന്നത് തന്നെയായിരുന്നു. എന്നിട്ടും ഇട്ടെറിഞ്ഞു ഓടിയത് ഇറാന്റെ അടി താങ്ങാൻ കഴിയാഞ്ഞിട്ട് തന്നെയാണ്. ഇറാനിൽ 150 പേർ മരിക്കുന്നതിന് തുല്യമാണ് ഇസ്രായേലിൽ ഒരാൾ കൊല്ലപ്പെടുന്നത്. കാരണം സൈറൻ കേൾക്കുമ്പോഴും പ്രാണരക്ഷാർത്ഥം ബങ്കറുകളിൽ ഒളിക്കാനുള്ള സംവിധാനം ഇറാനില്ല. അത് ഇസ്രായേലിനുണ്ട്. മലപ്പുറം ജില്ലയുടെ അത്ര പോലും ഇല്ലാത്ത ഇസ്രായേലിനെ പോലെയല്ല ഇറാൻ. അത് ഇമ്മിന് വലിയൊരു രാജ്യമാണ്. വെടിനിർത്തലിന് തൊട്ടു മുമ്പ് വരെ ഇസ്രായേൽ ഇറാന്റെ സൈനിക ശേഷി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആക്രമണം തുടരുക തന്നെ ചെയ്തു. അവസാന നിമിഷം വരെ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ ഇട്ടുകൊണ്ടിരുന്നു. അതിലൊരു ബാലിസ്റ്റിക് മിസൈൽ ബേർഷേബയിലെ ഒരു പഴയ അപ്പാർട്ട്മെന്റ് തകർക്കുകയും 5 ഇസ്രായേലി പൗരന്മാർ മരിക്കുകയും ചെയ്തു. ഇറാൻ പ്രധാനമായിട്ടും ഇസ്രായേലിലെ സാധാരണക്കാരായ പൗരന്മാരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത്. പക്ഷേ ഇസ്രായേൽ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത്. ഈ കുഞ്ഞാറ്റ ഇറാന്റെ ആക്രമണത്തിൽ ബീർഷബയിൽ 5-6 എണ്ണം വെടിതീർന്നത് മാത്രമേ അറിഞ്ഞുള്ളൂ. ഏതാനും പഴയ ബിൽഡിങ്ങുകൾ തകർന്നതും സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നത് അറിഞ്ഞില്ല. ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നായ സൊറോക്ക ആശുപത്രി തകർന്നത് അറിഞ്ഞില്ല. ടെലവീവിൽ മൊസദിന്റെ ആസ്ഥാന മന്ദിരത്തിൽ മിസൈൽ പതിച്ചത് അറിഞ്ഞില്ല. ഹൈഫ പോർട്ടിൽ മിസൈൽ വീണത് അറിഞ്ഞില്ല. ആയിരക്കണക്കിന് വീടുകളും ബിൽഡിങ്ങുകളും തകർന്നത് അറിഞ്ഞില്ല. കഴിഞ്ഞ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ 5 ഇസ്രായേലി സൈനിക താവളങ്ങളിൽ ശക്തമായ ആഘാതമേൽപ്പിച്ചതായി ഓറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കിട്ട ഉപഗ്രഹ ഡാറ്റ ഉദ്ധരിച്ച് ബ്രിട്ടീഷ് മാധ്യമമായ ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ താവളങ്ങളിലും മറ്റു തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൈനിക സെൻസർഷിപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ അപ്പോൾ ലഭിക്കുക വഴി ഇസ്രായേലികൾ പേടിച്ചു വിറക്കുമായിരുന്നു. ടെൽനോഫ് വ്യോമതാവളം, ഗ്ലിലോട്ട് രഹസ്യാന്വേഷണ താവളം കൂടാതെ സിപ്പോറിറ്റ് ആയുധ നിർമ്മാണശാല എന്നിവിടങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണം ശക്തമായ പ്രഹരമേൽപ്പിച്ചതായി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. 6 മിസൈലുകൾ ശക്തമായി നേരിട്ട് തന്നെ ഇസ്രായേലിന്റെ സൈനിക താവളങ്ങളിൽ പതിച്ച് കനത്ത നാശം വിതച്ചിട്ടുണ്ട്. കൂടാതെ ഇസ്രായേലിന്റെയും യുഎസിന്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെട്ടിച്ച് നിരവധി മിസൈലുകൾ ഇസ്രായേലിന് ഗസയുടെ അതേ മുഖച്ഛായ നൽകി നിരവധി വീഡിയോകൾ നമ്മൾ കണ്ടതാണ്. ഇസ്രായേൽ തന്നെ 29 പേരുടെ മരണം അംഗീകരിക്കുമ്പോൾ അതുകൂടി പറയാൻ അമ്മായിമാരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. 240 കെട്ടിടങ്ങളും 2 സർവകലാശാലകളും ഒരു ആശുപത്രിയും തകർന്നെന്ന് ഇസ്രായേൽ സമ്മതിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് ഇസ്രായേൽ തന്നെ പറയുന്ന മറ്റൊരു കണക്ക് സൂചിപ്പിക്കുന്നു. അത് ഇറാന്റെ ആക്രമണത്തിൽ 13,000-ലധികം ഇസ്രായേലികൾ ഭവനരഹിതരായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ പറയുന്ന കണക്ക് ശരിയാവണമെങ്കിൽ ഒരു കെട്ടിടത്തിൽ 54 പേരെങ്കിലും താമസിക്കണം. മാത്രമല്ല നാശനഷ്ടം സംഭവിച്ച കച്ചവട സ്ഥാപനങ്ങൾ, ഓഫീസുകളുമെല്ലാം വേറെ എവിടെയാണ്? അപ്പോൾ തന്നെ മനസ്സിലാക്കാം കണക്കിലെ വൈരുദ്ധ്യം. കണക്കിലെ പൊരുത്തക്കേടും വാർത്തകളിലെ സെൻസർഷിപ്പും എല്ലാം ബോധപൂർവം മറച്ചുവെക്കുക എന്ന ഇസ്രായേലിന്റെ തന്ത്രത്തെയാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത്. അടുത്തതായി അമ്മായി തള്ളിമറിക്കുന്നത് ഇറാൻ ഇസ്രായേലിന്റെ പൗരന്മാരെ കൊല്ലാനാണ് ലക്ഷ്യമിട്ടത്. അതേസമയം ഇസ്രായേലോ ഇറാന്റെ സൈനികരെ മാത്രമാണ് കൊല്ലാൻ ലക്ഷ്യമിട്ടത് എന്നാണ്. എത്രയെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? ജെറുസലേം അമ്മായിക്ക് പഠിക്കുന്ന കുരിപ്പുകളെ സാധാരണക്കാരെ ലക്ഷ്യം വെക്കാതെയാണോ കുട്ടികളടക്കം 1400 പേരെ കൊന്നുതള്ളിയത്? സാധാരണ മനുഷ്യരെ ലക്ഷ്യം വെക്കാതെയാണോ ഗസയിൽ 10-20,000 കുട്ടികളടക്കം 64,000-ലധികം വരുന്ന മനുഷ്യരെ കൊന്നുതള്ളിയത്? 100 കണക്കിന് മനുഷ്യ കുഞ്ഞുങ്ങളെ ഇന്നും കൊന്നുതള്ളിക്കൊണ്ടിരിക്കുന്നത്. മനസ്സ് മരവിച്ച ഒരു വർഗത്തിന് വേണ്ടി വക്കാലത്ത് പറയുന്ന നിങ്ങൾ ഏത് പിശാചുകളുടെ കൂട്ടത്തിലാണ് വിടുക? രാവിലെ 7-ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇറാൻ അത് ലംഘിച്ചു. 7:06-ന് ഒരു മിസൈൽ ആക്രമണം നടത്തി. 10:25-ന് 2 മിസൈലുകളും അയച്ചു. ഇതിനുശേഷം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രായേലിലെ നിരവധി യുദ്ധവിമാനങ്ങൾ നീങ്ങി. എന്നാൽ വെടിനിർത്തൽ ലംഘിക്കുന്ന ഒന്നും തന്നെ ചെയ്യരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായി ആവശ്യപ്പെട്ടു. ഇതിനുശേഷം ഇസ്രായേൽ ഒരു റഡാർ സ്റ്റേഷൻ മാത്രമേ ആക്രമിച്ചുള്ളൂ. തങ്ങൾ വിജയിച്ചെന്ന് ഇറാൻ നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറാനിലെ 62% ജനതകളും മറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ 12 ദിവസത്തെ യുദ്ധത്തിൽ എന്തൊക്കെയാണ് ഇസ്രായേലിന്റെ നേട്ടങ്ങൾ എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാൻ പറ്റും? പ്രധാനമായിട്ടും ഇറാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കി. ഇറാന്റെ മിസൈൽ സംവിധാനത്തിന് വലിയ നാശനഷ്ടം ഉണ്ടായി. ഇറാൻ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ സുരക്ഷാ സേനാ മേധാവികൾ, ആണവ ശാസ്ത്രജ്ഞർ, സൈനികർ ഉൾപ്പെടെ നിരവധി പേര് കൊല്ലപ്പെട്ടു. ഇറാന്റെ ആക്രമണ, പ്രതിരോധ, ഉൽപാദന മേഖലയിലൊക്കെ കനത്ത നാശനഷ്ടം ഉണ്ടായി. ഇസ്രായേൽ എന്ത് നേടി?
ഇസ്രായേൽ ഒന്നും നേടിയില്ല. ഒരു യുദ്ധത്തിൽ സൈനികർ ആക്രമിക്കപ്പെടുകയും സൈനിക സംവിധാനങ്ങൾ ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യുക സ്വാഭാവികമാണ്. എന്നാൽ ചതിയിലൂടെ അവിടുത്തെ ശാസ്ത്രജ്ഞരെയും രാഷ്ട്രീയ നേതാക്കളെയും കൊല ചെയ്യപ്പെടുക എന്നത് യുദ്ധനീതിയല്ല. നാളെ ഇസ്രായേൽ ചെയ്യുന്നത് പോലെ ചതിയിലൂടെ ഇസ്രായേലിന്റെ ശാസ്ത്രജ്ഞരെയും സൈനികരെയും രാഷ്ട്രീയ നേതൃത്വത്തെയും കൊല്ലാൻ മറ്റുള്ള രാജ്യങ്ങൾക്കുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഇസ്രായേലിന്റെ ഈ ചതികൾ. എന്നാൽ ഇസ്രായേലിന്റെ യുദ്ധലക്ഷ്യം ഇറാന്റെ ആണവ നിലയങ്ങൾ ഇല്ലാതാക്കുക, മിസൈൽ സാങ്കേതിക വിദ്യയും സംഭരണശേഷിയും ഇല്ലാതാക്കുക എന്നതായിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ അതൊന്നും നേടാനോ തകർക്കാനോ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. സ്വന്തമായി ചെയ്യാൻ കഴിയാതെ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അവസാനം അമേരിക്കയെ കളത്തിലിറക്കിയത്. അതിനുവേണ്ടിയും ഇസ്രായേൽ ഒരുപാട് കുതന്ത്രങ്ങൾ ഒരുക്കി. അവസാനം അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ ഇറാനിൽ ബോംബുകൾ വർഷിച്ചു. ഇറാന്റെ ഏതെങ്കിലും ഒരു ആണവ നിലയത്തിന് കാര്യമായ കേടുപാടുകൾ ഉണ്ടാക്കാൻ ആ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്കും കഴിഞ്ഞില്ല. പ്രവർത്തനക്ഷമമായ ഏതെങ്കിലും ഒരു ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നെങ്കിൽ അവിടെ ശക്തമായ റേഡിയേഷൻ ഉണ്ടാവുകയും ധാരാളം ജനങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്യുമായിരുന്നു. അതുണ്ടായില്ല. ആ ദുരന്തം സംഭവിക്കാതിരുന്നത് ഇസ്രായേലിനെ കൂടുതൽ ചൊടിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇസ്രായേലിന് ബോധ്യമായി ഇറാന്റെ ആണവ നിലയങ്ങൾ കാര്യമായി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് അവർ അമേരിക്കയിലെ ആക്രമണത്തിന് ശേഷവും വീണ്ടും ഇറാന്റെ ആണവ നിലയങ്ങളിൽ മിസൈലുകൾ അയച്ച് ആക്രമണം നടത്തിയത്. എന്നിട്ടും ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് കാര്യമായി ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇപ്പോൾ ഇറാന്റെ ആണവ നിലയങ്ങൾ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഭീതിയിലാണ്. ഇറാന്റെ രഹസ്യ ഭൂഗർഭ അറകളിൽ വെച്ചോ അതല്ല ഇറാന്റെ പുറത്ത് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ വെച്ചോ ആണവ ബോംബുകൾ നിർമ്മിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. അതിനർത്ഥം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും തന്ത്രങ്ങൾ ഫലം കാണാതെ പോയി എന്നാണ്. ഇസ്രായേൽ കൂടുതൽ സുരക്ഷിതരാവുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ ഇതുകൊണ്ടൊക്കെ ഇസ്രായേൽ എന്നും കൂടുതൽ ഭീഷണികൾ വരുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ എന്നും ഭീതിയുടെ മുൾമുനയിൽ നിൽക്കാനുള്ള വിധിയാണ് ലോകത്തുള്ളത്. ഇസ്രായേലിന്റെ എല്ലാ വൈമാനികരും സുരക്ഷിതരായിട്ട് തിരിച്ചെത്തി. ഇസ്രായേൽ ഒരു വലിയ ശക്തിയാണെന്ന് വീണ്ടും തെളിയിച്ചു. ആകാശത്ത് സർവാധിപത്യം പുലർത്തി. അവരുടെ ശത്രുക്കളെക്കാളൊക്കെ 10 മടങ്ങ് വലിയവരാണ് അവരെന്ന് ഇസ്രായേൽ വീണ്ടും തെളിയിക്കാനുണ്ടായത്. ഇസ്രായേലിന്റെ എല്ലാ വൈമാനികരും സുരക്ഷിതമായി എത്തുമല്ലോ. കാരണം ഒരു വിമാനവും ഇറാന്റെ ഭൂമിയിലേക്ക് കടന്നിട്ടില്ല എന്നാണ് റഷ്യ പറയുന്നത്. ഇറാന്റെ മണ്ണിലേക്ക് കടക്കുമ്പോഴല്ലേ ഇറാന്റെ റഡാറിൽ പതിയുകയും അപ്പോഴല്ലേ തിരിച്ച് അടിച്ചിടാനാവുകയും ചെയ്യുക. ഇപ്പോൾ ഇസ്രായേലിന് മനസ്സിലായി കാണും ഗസയല്ല ഇറാൻ എന്ന്. വലിയ വമ്പത്തരത്തിന് അവിടെ സ്കോപ്പില്ലെന്നും. ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ മരണസംഖ്യ 29 അല്ല, അത് 500 മുകളിലാണ് എന്നാണ്. അമ്മായിമാർ ആഹ്ലാദിപ്പിൻ.